പഴയകാലത്ത് ഓലമേഞ്ഞ വീട്ടിൽ കിടന്നിരുന്ന ആളുകൾക്കുള്ള സമാധാനമില്ല, അവർക്കുണ്ടായിരുന്ന സന്തോഷമില്ല, അവർക്കുള്ള സ്വസ്ഥതയില്ല. എവിടെ പോയി? രാജാതിരാജനായ അല്ലാഹു എടുത്തു കളഞ്ഞതാണ്. എന്തേ കാരണം എന്നറിയോ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന ദോഷങ്ങളാണ് അതിന്റെ കാരണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. മെഡിക്കൽ ഈ ഒരു 10-15 ദിവസം മുമ്പ് ഞാനൊരു ഡോക്ടറെ അടുത്ത് പോയി. എന്റെ സുഹൃത്താണ് അയാൾ. അദ്ദേഹത്തെ ഞാൻ അങ്ങനെ സംസാരിച്ചു, പല രോഗങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതേ കൊളസ്ട്രോളിനെ കുറിച്ച് അയാൾ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, സാറേ കൊളസ്ട്രോളിനെ കുറിച്ച് ഇപ്പോഴും മെഡിക്കൽ സയൻസിന് ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല. അയാൾ എന്നോട് പറഞ്ഞതാ. നിങ്ങൾ ആളെ പേരെ കൂടി ചോദിച്ചിട്ട് കുഴപ്പാക്കണ്ട. അയാൾ എന്നോട് പറയാണ്, മെഡിക്കൽ സയൻസിന് ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സയൻസ് പറയുന്ന പല കാരണങ്ങളും പലരിലും അത് ഫലവത്തായി വരുന്നില്ല, അല്ലെങ്കിൽ അത് ഫിറ്റാകുന്നില്ല. അയാള് പറയാണ്, പലരും ആ കാരണങ്ങൾ സൂട്ടാകുന്നില്ല. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? അർഹമുർറാഹിമീനായ റബ്ബാണ്. ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നതിന്റെ റബ്ബാൻ എന്ന് ഖുർആനിൽ അല്ലാഹു ഒരു പ്രവാചകനെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നതായി പറയുന്ന തരത്ത് അല്ലാഹു തന്നെ പറഞ്ഞു തരാൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം റബ്ബിനെ കുറിച്ച് ചോദിച്ചവരോട് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് പറഞ്ഞതാണ്, റബ്ബാണ് എന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവൻ. റബ്ബാരാൻ അല്ലേ? നമ്മളൊരു അസുഖമായ പിന്നെ പറയാ അത് ആ അസുഖം ഇന്നാക്ക് വന്നിരുന്നു, അയാൾക്ക് സുഖാക്കി കൊടുത്തത് KPM ഡോക്ടറാണ്, അതുകൊണ്ട് തൽക്കാലം അവിടെ ബുക്ക് ചെയ്യാണ്. ഒരിക്കൽ പോലും അള്ളാന്റെ മുമ്പിലേക്ക് നമ്മൾ കൈവക്കിയിട്ടുണ്ടോ? അർഹമുർറാഹിമീനായ റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കൈപൊക്കിയിട്ട് അല്ലാഹുവേ ഞാൻ രോഗിയാണ്, എന്നെ സുഖപ്പെടുത്തണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി എല്ലാ രോഗത്തിനും ശാശ്വത പരിഹാരം ഉണ്ടാവും. ഷുഗറിനും ശാശ്വതമായ പരിഹാരമുണ്ട്. ഇല്ലാന്ന് ആര് പറഞ്ഞ? നമ്മളാരോ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചാ ഷുഗർ പിടിച്ചാ പിന്നെന്താവൂല, പിന്നെ അത് മാറൂല. ഷുഗർ ആളെയും കൊണ്ടാവുകയാണ്. ഷുഗർ ഈ രോഗിയെയും കൊണ്ടാണ് ഖബറിലേക്ക് തിരിച്ചു പോകുക. ഷുഗർ സുഖമാവില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താണ്? വമാ മിൻ ദാഇൻ ഇല്ലാ ലഹു ദവാ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലേറ്റവും പ്രധാനമായ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, ഇതെന്റെ റബ്ബ സുഖപ്പെടുത്തുന്ന റബ്ബിനോട് പറയണം, പിന്നെ ഫലം ഉണ്ടാവും. അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഫലമുണ്ടാകും. ഒരാളിൽ വന്നുപെട്ടിരിക്കുന്ന ബുദ്ധിമുട്ട് നീങ്ങിപ്പോകാനും വരാനുള്ളതിനെ തട്ടിമാറ്റാനും ദുആക്ക് കഴിയും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഇന്നൽ ബലാഅ ലയൻസിൽ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ബലാ ഒരാളിലേക്ക് ഒരാൾ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ 48 വയസ്സായ ആളാണ്. 2017 ജനുവരി 2017 ഫെബ്രുവരി 3-ാം തീയതി കാലത്ത് 10 മണിയാകുമ്പോൾ അയാളുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ രോഗാണുക്കളുടെ ആക്രമണം തുടങ്ങണമെന്നാണ് അല്ലാഹുവിന്റെ തീരുമാനം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കാം. ഈ ഹദീസിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ബലാ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബലാ അയാളുടെ തലക്കമീതെ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിയാകുമ്പോൾ അയാൾ ക്യാൻസർ രോഗികളിൽ പെടാൻ പോകുന്ന ആളാ. അപ്പോഴാണ് ഈ ബലാഇനെ ദുആ കണ്ടുമുട്ടുന്നത്.
2-ാം തീയതി രാത്രി അയാൾ വഅദിന്റെ സദസ്സിലിരുന്ന് അവസാന സമയത്ത് ദുആ ചെയ്യുമ്പോൾ മാരകമായ ക്യാൻസർ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണോ എന്ന് ദുആ ചെയ്യുമ്പോൾ അയാൾ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ആമീൻ പറയുകയാണ്. ആമീൻ അല്ലാഹു ഖബൂൽ ചെയ്യുകയാണ്. ആമീൻ അല്ലാഹു ഖബൂൽ ചെയ്യുന്നു. ഫയൽഖാഹു ദുആഉ, അയാളുടെ പ്രാർത്ഥന ഈ ബലാഇനെ കണ്ടുമുട്ടുകയാണ്. നാളെ രാവിലെ 10 മണിയായില്ല ക്യാൻസർ രോഗിയാവും. ക്യാൻസർ രോഗം ഇയാളുടെ തലക്ക് മുകളിൽ എത്തിയിട്ടുണ്ട്. ഫയൽഖാഹു ദുആഉ, അപ്പോഴാണ് ഈ ദുആ ഈ ബലാഇനെ കണ്ടുമുട്ടുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഫയഅതലിജാനി ഇലാ യൗമിൽ ഖിയാമ. അങ്ങനെ ഈ പ്രാർത്ഥനയും അതേപോലെ ഈ ബലാവും രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തം നടത്തും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. നബിയുടെ ഹദീസാണ്. ആ ബലാ ഈ ദുആ കാരണം അല്ലാഹു അയാളിൽ നിന്ന് തട്ടിമാറ്റുന്നതാണ്. നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട്, പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കത് ഉണ്ടാവൂല എന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, പ്രതിരോധ കുത്തിവെപ്പിനെതിരെ ഭയങ്കര ഒച്ചും പുളി നായിട്ടൊക്കെ നടന്നല്ലോ മലപ്പുറം ജില്ലയിൽ അല്ലേ. ഈയിടെ ഒരു പനി വന്നപ്പോ പ്രതിരോധ കുത്തിവെപ്പ് വെക്കാത്തവർക്ക് ആ പനി വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറെ ആളുകൾ പ്രതിരോധ കുത്തിവെപ്പ് വെച്ചവരുണ്ട്. അതുകൊണ്ട് അതിന്റെ ശേഷമാണല്ലോ ആ ഒച്ചും പുളിയൊക്കെ അവസാനിച്ചത്. പ്രാർത്ഥനക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ബലാഇനെ തട്ടി നീക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് എന്താ, എത്രയും നേരം ഞാൻ പറഞ്ഞത് പ്രാർത്ഥന.